നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ റോബസ്റ്റ് വാഴ കൃഷിയെക്കുറിച്ചാണ്. റോബസ്റ്റ് വാഴ കൃഷിയിൽ പ്രധാനമായും നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല കന്നുകൾ തിരഞ്ഞെടുക്കുക. അതുപോലെ നമ്മൾ ഒരു കുഴി, ഒരു 1.5 അടി സൈസിലുള്ളൊരു കുഴി, 1.5 അടി താഴ്ച, 1 അടി വീതിയുള്ള കുഴി, ആ കുഴിയിലേക്ക് ഈ കണ്ണ് വെച്ച് ചെറിയ രീതിയിൽ കോഴിവളം ഇട്ടിട്ട് മൂടുക. അതിനുശേഷം അതിന് കൂമ്പൊക്കെ വന്നതിന് ശേഷം പിന്നെയും നമ്മൾ ഈ പറഞ്ഞ കോഴിവളം അല്ലെങ്കിൽ കാലിവളം, കമ്പോസ്റ്റ് അതൊക്കെ ചെയ്യാം. നമ്മൾ കോഴിവളമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ റോബസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, നല്ല വലിയ കൊലകളാണ് ഉണ്ടാകുന്നത്. അത് കാരണം നമ്മളുടെ പരിചരണമാണ്. അപ്പോൾ ആ കൊലകൾ നമുക്കൊന്ന് കാണാം. ഈ കൊലയൊന്ന് നിങ്ങൾ നോക്കി, നല്ല ഇത്രയും ലെങ്ത്തിലുള്ള ഒരു കൊലയാണത്. അതിനുള്ള മെയിൻ കാരണം നമ്മൾ ഇത്രയും നല്ല കൊല ഉണ്ടാവാനായിട്ട് നമ്മൾ വാഴയ്ക്ക് നല്ല രീതിയിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വാഴയുടെ ഈ വണ്ണം നോക്കിയാൽ മതി. കണ്ടോ, വാഴയുടെ ഈ വണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ചാണ് അതിൻ്റെ കൊലകൾ വരുന്നത്. എത്രയോ വണ്ണം കൂടുന്നു അതനുസരിച്ച് കൊലയും വലുതായിരിക്കും. അപ്പോൾ അടുത്ത വാഴ നമ്മൾ കാണിച്ചു തരാം. അടുത്ത വാഴയുടെ കൊല കണ്ടോ, ഇതിൻ്റെ നീളം കണ്ടോ. ഇതൊക്കെ ഒരു 40-45 കിലോ തൂക്കം വരും. ഇത് അത്രയ്ക്ക് നീളമുണ്ട്. അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഈ വാഴയുടെ പകുതി വരെയാണ് കൊല നിൽക്കുന്നത്. ഇത് കണ്ടോ, വാഴയുടെ വലിപ്പം കണ്ടോ. അപ്പോൾ നമ്മൾ വളങ്ങളാണ് മെയിനായിട്ട് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക, നല്ല നനയും കൊടുക്കുക. അടുത്തൊരു വാഴ നമ്മളുടെ കുലച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഈ പറഞ്ഞ റോബസ്റ്റാണ്. നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോസ് എല്ലാം റോബസ്റ്റിൻ്റെയാണ്. റോബസ്റ്റ് വാഴ കുലയ്ക്കാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതും പറഞ്ഞു വിട്ട് നമ്മൾ ഈ പറഞ്ഞ വളങ്ങളൊക്കെ ചെയ്തു. ഇനി വേനൽക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് നന കൊടുക്കുക. നന കൊടുക്കുന്നതനുസരിച്ച് ഈ കൊല വലുതായിക്കൊണ്ടിരിക്കും. കായകൾക്ക് നല്ല മുഴുപ്പ് വരും. നന കുറയ്ക്കരുത് വേനൽക്കാലത്ത്. ഇനി നമ്മളുടെ ഒരു മൂത്ത കൊല കാണിച്ചു തരാം. എല്ലാ കൊലകളും നല്ല വലിയ കൊലകളായിരിക്കും. അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്ന റോബസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഏകദേശം മൂപ്പ് ആവാറായിട്ടുണ്ട്. ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് മൂക്കും. ഇതും നല്ല വലിയ കൊലയാണ്. എല്ലാ കൊലകളും നമ്മൾ വെച്ചിരിക്കുന്ന കൊലകളൊക്കെ നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ പരിചരണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വാഴ എന്തെങ്കിലും നടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വളങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നല്ല പരിചരിച്ച് വളർത്തുകയാണെങ്കിൽ നല്ല വലിയ കൊലകൾ കിട്ടും. ഇതുപോലത്തെ ഒരു കൊലയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 35 അല്ലെങ്കിൽ 40 കിലോ വരാണെങ്കിൽ തന്നെ 15 രൂപ അല്ലെങ്കിൽ 10 രൂപ കൂട്ടിയാൽ തന്നെ ഈ പറഞ്ഞ 400 രൂപ, 40 കിലോയ്ക്ക് ഉണ്ടെങ്കിൽ 400 രൂപ വരും. 10 രൂപയല്ല കിട്ടുന്നത്, ഒരു 15 രൂപ എന്തായാലും കിട്ടും. അങ്ങനെ വരുമ്പോൾ ഒരു 100-500 രൂപ മേളിൽ ഒരു കൊലയിൽ നിന്ന് നമുക്ക് കിട്ടും. ഏറ്റവും ലാഭകരമായ ഒരു വാഴക്കൃഷിയാണ് ശരിക്കും പറഞ്ഞാൽ റോബസ്റ്റ്. ഇതിന് ഒരുപാട് ഹൈറ്റിലേക്ക് പോവില്ല. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞൊന്നും പോകാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ അത്യാവശ്യം ഈ കൊലകളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് ഈ വള്ളികളൊക്കെ വെച്ച് കെട്ടി, അല്ലെങ്കിൽ ഒരു കോല്, ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വാഴ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വള്ളിയും കെട്ടിയിട്ടുണ്ട്. വലിയ കൊലയാണ്. അപ്പോൾ നമ്മൾ ഈ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് വാഴയായാലും ഒടിയും. പക്ഷേ സ്വാഭാവികമായിട്ടും മറ്റേ ഏത്തവാഴ ഒടിയുന്നത് പോലെ നാശം നമുക്ക് ഈ റോബസ്റ്റ് വാഴയിൽ വരില്ല. നമ്മളപ്പോൾ എന്തായാലും കെട്ട് 100% കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയ കൊലകളാണ്, അത് താങ്ങാനുള്ള ശേഷി ഈ വാഴകൾക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മളുടെ പുതിയ റോബസ്റ്റ് വാഴകൾ നട്ടിരിക്കുന്നതാണ് ചെറുത്. ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ 2 കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ ചെറിയ കണ്ണൊക്കെ ആയിട്ടിരിക്കും. ഇത് പെട്ടെന്ന് വളർന്ന് കയറി വരും. ഇത് റോബസ്റ്റാണ്. ഇത് റോബസ്റ്റ് വാഴ. ഇവിടെയുണ്ട് റോബസ്റ്റ്. ഇതൊക്കെ റോബസ്റ്റ് വാഴകളാണ്. ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മാസത്തിനുള്ളിൽ കുലയ്ക്കാൻ പോകുന്ന വാഴകളാണ് ഈ നിൽക്കുന്നത് എല്ലാം. നമ്മൾ ഏത് വാഴ കുലച്ചാലും ഈ കുലച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കുലച്ച് കായകളൊക്കെ സെപ്പറേറ്റ് ആയതിനു ശേഷം ഈ കുടപ്പനുണ്ടല്ലോ അതിൻ്റെ അറ്റത്തെ, ഈ കുടപ്പൻ നമ്മൾ നേരത്തെ തന്നെ ഒടിച്ചു കളയണം. അതായത് കായകളൊക്കെ തിരിഞ്ഞതിന് ശേഷം അധികം വൈകാതെ ഒടിച്ചു കളയണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വവ്വാല് അങ്ങനെയുള്ള ജീവികളൊക്കെ വന്ന് ഇതുമ്പോൾ അള്ളി പിടിച്ചു കഴിയുമ്പോൾ ഇതുമ്പോൾ മൊത്തം കായമൊക്കെ പാട് വീഴും. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് ഒടിച്ചു കളയണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വളം വലിക്കുന്നതിൽ കുറേ ഭാഗം ഈ കുടപ്പനിലേക്ക് പോകും. അപ്പോൾ ഈ കായക്ക് നല്ല ഉരുൾച്ചയും വലിപ്പമൊക്കെ വയ്ക്കാനായിട്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.
ഈ റോബസ്റ്റ് വാഴയ്ക്കൊക്കെ ചെയ്യുന്ന വളത്തിൻ്റെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വളം എന്തൊക്കെ ചെയ്തിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.